ജാനുവരി 20-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ നമ്മുടെ രാജ്യത്ത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് ആണ്. പ്രത്യേകിച്ചും ഈ ഒരു 2024-25 ഫൈനാൻഷ്യൽ ഇയറിലെ മൂന്നാമത്തെ ക്വാർട്ടറിൻ്റെ ഡാറ്റയാണ് വന്നിട്ടുള്ളത്. അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് വന്നിരിക്കുന്നതെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ള കുറവും അതെങ്ങനെയാണ് ഇന്ത്യൻ എക്കണോമിനെ ബാധിക്കുന്നതെന്നുമാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ക്വാർട്ടർ 3-ൽ 2024-25 ക്വാർട്ടർ 3-ൽ ഒക്ടോബർ ടു ഡിസംബർ മാസത്തിനാണ് ക്വാർട്ടർ 3 എന്ന് വിളിക്കുന്നത്. ഇന്ത്യയുടെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1.4% കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാനമായിട്ട് കാരണം പറയുന്നത് ഒന്ന് ഇൻഫ്ലേഷൻ ആണ്, അതുപോലെ തന്നെ ഇൻപുട്ട് അതായത് റോ മെറ്റീരിയൽസിനെയും മറ്റുമൊക്കെ വില വർദ്ധിച്ചതാണ്. അപ്പോൾ ഇത് Q2-ൽ കാര്യമായിട്ടുള്ള ഒരു റിക്കവറി ഉണ്ടായിരുന്നു, പക്ഷെ അതിനുശേഷമാണ് വീണ്ടും പിറകോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു നോക്കാം. അപ്പോൾ ഗവൺമെന്റിന് ഇൻവെസ്റ്റ്മെന്റിന് കാര്യമായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടായിരുന്നു. 9.9% ഗ്രോത്ത് ആണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ക്വാർട്ടർ 2-ൽ 10.43 ലക്ഷം കോടിയാണ് ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ ക്വാർട്ടർ 3 ആകുമ്പോഴത്തേക്ക് അത് 11.46 ലക്ഷം കോടിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ ഇൻവെസ്റ്റ്മെന്റുകളും നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. യൂണിയൻ ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റുകളും വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടും. എന്നാൽ പ്രൈവറ്റ് സെക്ടറിന്റെ ഇൻവെസ്റ്റ്മെന്റ് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. 66.2% നിന്നും 62.2% ഗ്രോത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അത് വർദ്ധിച്ചിട്ടുണ്ട്. 44.2% വർധനവുണ്ട്. ഏകദേശം 1.02 ലക്ഷം കോടി രൂപ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ സ്റ്റീൽ പ്രൊജക്റ്റ് ആയിട്ടുള്ള ആർസലോർ മിത്തൽ നിപ്പാണിന്റെ ഭാഗമായിട്ട് 70,000 കോടി രൂപ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കാൻ കാരണം. പക്ഷേ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഓവറോൾ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ അത് കുറയുകയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം രാജ്യത്തുള്ള ഹൈ ഇൻഫ്ലേഷൻ ആണ്. അതേസമയത്ത് ഇന്റർനാഷണലി ഉള്ള ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അൺസർട്ടനിറ്റീസ് ആണ്. കൂടാതെ വിവിധ കോർപ്പറേറ്റ് കമ്പനികളുടെ റിസൾട്ട് നമ്മൾ വിചാരിച്ച റിസൾട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ urban ഡിമാൻഡ് കുറഞ്ഞതായിട്ടും നമ്മൾ കുറേ നാളുകളായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ആയിരിക്കണം ഈ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കുറയാൻ കാരണം. അപ്പോൾ രാജസ്ഥാനാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ക്വാർട്ടർ 3-ൽ ഉള്ളതായിട്ടുള്ളത്. അത് ക്വാർട്ടർ 2-നേക്കാൾ 3 മടങ്ങ് ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. മഹാരാഷ്ട്രയും ഗുജറാത്തും ഒക്കെ അവരുടെ റാങ്കിങ്ങിൽ താഴോട്ട് പോയി. തമിഴ്നാട് വളരെ താഴോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നും കൂടി ഓർത്ത് വെക്കുക. ഇനി എവിടെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായതെന്ന് വെച്ചാൽ മൈനിങ്, ഇറിഗേഷൻ, ഫാർമസ്യൂട്ടിക്കൽസ്, കൺസ്ട്രക്ഷൻ, ഓട്ടോമൊബൈൽസ് ഈ മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റുകൾ കുറയുകയാണ് ചെയ്തത്. അതേ സമയത്ത് ഇൻഫ്രാസ്ട്രക്ചറിൽ പ്രത്യേകിച്ചും ഇലക്ട്രിസിറ്റി പ്രൊജക്റ്റുകളിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ വന്നിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ട കാര്യം. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം സോഷ്യൽ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ വളരെ ക്രൂഷ്യൽ ആണ്. പക്ഷേ ആ ഒരു മേഖലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, ഓട്ടോമൊബൈൽസ് ആയിക്കോട്ടെ കാര്യമായിട്ടുള്ള ഗ്രോത്ത് ഇല്ല. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറിൽ ചെറിയൊരു വർധനമുണ്ട്. അപ്പോൾ ഇത് 2024-25 വർഷത്തിന്റെ ഒരു ഔട്ട്ലുക്ക് ആണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്ലുക്ക് കാണുമ്പോൾ 25-26 കുറച്ചുകൂടി പോസിറ്റീവ് ആയിരിക്കാം. ഇൻഫ്ലേഷൻ ഒക്കെ കുറച്ച് കുറയുകയാണെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ വരും, അതിനനുസരിച്ച് കൺസംഷൻ ഒക്കെ വരും എന്ന പ്രതീക്ഷയിലാണ് എക്കണോമിസ്റ്റുകൾ നിൽക്കുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ആ ഒരു യുദ്ധത്തിന് മാസങ്ങളോളം നീണ്ട യുദ്ധത്തിന് 15 മാസത്തിന് ശേഷം സീസ് ഫയർ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ എന്താണ് ഈ സീസ് ഫയർ, എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഹമാസും ഇസ്രായേലും വെടിനിർത്തൽ കരാറിന് എഗ്രി ചെയ്തു. അതിനുശേഷം ഗാസയിൽ സമാധാനം കൊണ്ടുവന്നു. ഏകദേശം 15 മാസത്തെ കാലയളവിന് ശേഷമാണ് ഈ ഒരു സമാധാനത്തിന്റെ ഫേസിലേക്ക് കിടക്കുന്നത്. പക്ഷേ സീസ് ഫയർ പ്രഖ്യാപിച്ചെങ്കിലും അൺസർട്ടനിറ്റി ഉണ്ട്. ഇസ്രായേൽ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ടെങ്കിലും ഗാസയിൽ നിന്ന് വിഡ്രോ ചെയ്യുമോ, അവരുടെ കയ്യിലുള്ള ഹോസ്റ്റേജസിനെ ഹമാസ് വിട്ടുകൊടുക്കുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സംശയങ്ങളുണ്ട് എന്നുകൂടി ഓർക്കുക. അപ്പോൾ ഈ ഒരു സീസ് ഫയർ 3 ഘട്ടങ്ങളായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആദ്യം ഹോസ്റ്റേജസിനെ, ഹമാസ് പിടിച്ചു വെച്ചിട്ടുള്ള ഇസ്രായേലി ഹോസ്റ്റേജസിനെ വിടുക. രണ്ടാമത്തെ അതിനുശേഷം ഡിസ്കഷൻസ് ഉണ്ടാവും, ഫർദർ എക്സ്ചേഞ്ചസ് ഉണ്ടാവും. അതിനുശേഷം ഗാസയുടെ ഫ്യൂച്ചർ ലീഡർഷിപ്പിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ഉണ്ടാവും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു അവസാന ഫേസുകളിലായിരിക്കും കുറച്ചുകൂടി നെഗോഷിയേഷൻ ഉണ്ടാവുക, കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇസ്രായേൽ അവിടെ ഹമാസിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യണം. ഇസ്രായേലിന് സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകാൻ പറ്റണം എന്നുള്ള ഉദ്ദേശമാണ്. അതിന് ഈ ഹമാസിനെ പൂർണ്ണമായി നീക്കം ചെയ്യേണ്ടത് ഇസ്രായേലിന്റെ ആവശ്യമാണ്.
സോ ഈ ഒരു സീസ് ഫയറിന്റെ അവസാനം എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇസ്രായേൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ശക്തിയാണ്. വൺ ഓഫ് ദ ലീഡിങ് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺട്രിയാണ്. പക്ഷേ ഈ ഹമാസിനെ വളരെയധികം ലോസ് ഉണ്ടാക്കാൻ, നഷ്ടം ഉണ്ടാക്കാൻ പറ്റിയെങ്കിലും ഹമാസിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് പറ്റിയിട്ടില്ല. ഇത് പ്രത്യേകിച്ചും ഇസ്രായേലിന്റെ മിലിറ്ററി ടാക്ടിക്സിനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സാഹചര്യമാണെന്ന് ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഒരു പലസ്തീനിയൻ ഗവൺമെന്റ് രൂപപ്പെടാനുള്ള സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഗാസയുടെ റീകൺസ്ട്രക്ഷനും മറ്റുമൊക്കെ ആയിട്ട് ആ പലസ്തീനിയൻ ഗവൺമെന്റ് ഇസ്രായേലിന്റെ ഫുൾ ട്രോപ്പ് വിഡ്രോ ചെയ്യാൻ ആവശ്യപ്പെടും. അത്തരത്തിലൊരു സാഹചര്യത്തിലേക്കൊക്കെ ആയിരിക്കും പോവുക എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു സീസ് ഫയർ വന്ന കാര്യം ഒന്ന് ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത ആണ്, നമ്മുടെ രാജ്യത്ത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് സ്ഥാപനങ്ങൾ ബാങ്കുകളിൽ നിന്നൊക്കെ കടം എടുത്തിട്ട് ആ പൈസ തിരിച്ചടക്കുന്നില്ലെങ്കിൽ അത് NPA മാറും. അപ്പം നോർമലി NPA വന്ന് അതും തിരിച്ചടക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജപ്തി നടപടികൾ ഉണ്ടാവും എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ കോടതിയൊക്കെ ഇടപെട്ട ഈ ഒരു ജപ്തി നടപടി ഇന്ത്യയെ സംബന്ധിച്ച് വളരെ വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ്. ആ ജപ്തി ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് കോടതിയിൽ പോയി സ്റ്റേ വാങ്ങും, പിന്നെ അത് പെൻഡിങ് ആയി പോകും. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ജപ്തി നടപടികളൊന്നും ഇല്ലാതെ നേരിട്ട് ഏറ്റെടുത്ത് അതിനെ ഒന്നിക്കൽ അതിനെ മാനേജ്മെന്റ് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ലിക്വിഡേറ്റ് ചെയ്തിട്ട് ഈ കടം കൊടുത്ത ആളുടെ പൈസ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്. പക്ഷേ ഈ ഒരു കോഡ് അത് ഇന്നത്തെ സാഹചര്യത്തിന് സ്യൂട്ടബിൾ അല്ല. അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട് എന്നാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. പ്രത്യേകിച്ചും അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി ആയിക്കോട്ടെ, അതിന്റെ പ്രൊസീജിയറൽ എഫിഷ്യൻസി ആയിക്കോട്ടെ, അത് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ, നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ, ഇതിന്റെയൊക്കെ തന്നെ വളരെയധികം കൺസേൺഡ് ആണ് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. റീസെന്റ് ആയിട്ട് ജെറ്റ് എയർവേസുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഈ ഒരു സ്ട്രക്ചറൽ വീക്ക്നെസ്, ഇൻസോൾവൻസി വിഷയവുമായി ബന്ധപ്പെട്ട ആ ഒരു വീക്ക്നെസ് പെട്ടെന്ന് കാണാൻ പറ്റി എന്നും ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ അവർ ടെമ്പോറൽ ഡിസ്ജങ്ഷൻ എന്ന് പറയുന്ന സാഹചര്യം, അതായത് ടെമ്പോറൽ ഡിസ്റ്റിങ്ഷൻ എന്ന് വെച്ചാൽ കാലഘട്ടം മാറുമ്പോൾ ഈ ഒരു സ്ഥാപനം മാറാത്തത് കൊണ്ടുള്ള ഇഷ്യൂ ആണ്. 1999 രൂപീകരിച്ച ഈ സ്ഥാപനം 2025 ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് മാറാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നതായിട്ടുള്ളത്. അതേപോലെ ഇതിലത്തെ മെമ്പേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതേപോലെ തന്നെ ഓപ്പറേഷണൽ ആയിട്ടുള്ള ബെഞ്ചസിന്റെ എണ്ണവും കുറവാണ്. അതുകൊണ്ട് തന്നെ ഇൻസോൾവൻസി റെസൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ 180 ദിവസം കൊണ്ടൊക്കെ തീർക്കണം എന്ന് പറയുന്ന സംഭവം 2023-24 ശരാശരി 716 ദിവസമൊക്കെ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളതെന്നും കൂടി ഓർത്ത് വെക്കാം. അതേപോലെ തന്നെ NCLT മെമ്പേഴ്സിന്, ഈ കമ്പനി ലോ ട്രൈബ്യൂണലിലെ മെമ്പേഴ്സിന് അവർക്ക് ഈ ഒരു ഡൊമൈൻ എക്സ്പെർട്ടൈസ് ഉണ്ടാവുന്നില്ല, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ എന്നുള്ളതും മറ്റൊരു ഇഷ്യൂ ആയിട്ട് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിൽ കാര്യമായിട്ടുള്ള റീഫോംസിന്റെ ആവശ്യകതയാണ് പറയുന്നത്. ഒന്ന്, ബ്യൂറോക്രാറ്റിക് എഫിഷ്യൻസി മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അതായത് അർജന്റായിട്ട് ലിസ്റ്റ് ചെയ്യുക, കോർട്ട് ഓർഡേഴ്സിനെ പെട്ടെന്ന് തന്നെ ടേക്കപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്റഗ്രിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ളത്. അതായത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ അവർക്ക് വേണ്ടി ആ ഇൻസോൾവൻസി പ്രൊസീജിയറിനെ കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പ്രൊസീജിയർ കൊണ്ടുവരിക എന്നുള്ളതും, ആ ഒരു പ്രൊസീജിയർ നിലവിലുള്ളത് വളരെ റിജിഡ് ആണ്. അതായത് മാൻഡേറ്ററി ആയിട്ടുള്ള ഹിയറിങ്ങും പ്രോഗ്രസ് റിപ്പോർട്ടുകളും ഒക്കെയാണ്. ഇതൊക്കെയാണ് ഡിലേക്ക് കാരണമായിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ സാഹചര്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊസീജിയറൽ സിസ്റ്റം നൽകുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം ഉണ്ട്. ഈ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസംസ് ഒന്നും ഫോളോ ചെയ്യാതെയാണ് നേരിട്ട് IBC പ്രകാരം കേസെടുക്കുന്നുണ്ടാവുക. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെയും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതും കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ കാര്യമായിട്ടുള്ള റീഫോം, അതായത് മാൻഡേറ്ററി മീഡിയേഷൻ ആദ്യം നടത്തുക, മീഡിയേഷന് ശേഷം ഇൻസോൾവൻസി അപ്ലിക്കേഷനിലേക്ക് പോകുന്ന രീതിയിലേക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ജുഡീഷ്യൽ എക്സ്പെർട്ടൈസ്, അതുപോലെ തന്നെ ഓരോ NCLT മെമ്പേഴ്സിന് കൃത്യമായിട്ടുള്ള ഏരിയാസിൽ പരിശോധിക്കാൻ പോകുന്ന വിഷയത്തിൽ കൃത്യമായിട്ടുള്ള എക്സ്പെർട്ടൈസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതിന് കൂടാതെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബെഞ്ചസുകളും ബെറ്റർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ക്വാളിഫൈഡ് ആയിട്ടുള്ള സപ്പോർട്ട് സ്റ്റാഫും എഫിഷ്യൻസിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ബ്യൂറോക്രാറ്റിക് സിസ്റ്റം ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അടുത്തൊരു വാർത്ത നമ്മൾ ഗാസയിൽ ഉണ്ടായിട്ടുള്ള സീസ് ഫയറുമായി ബന്ധപ്പെട്ടാണ്.
അപ്പോൾ ഈ ഒരു സീസ് ഫയർ എന്താണ് എന്നുള്ളതൊക്കെയാണ് വിശദീകരിക്കുന്നതായിട്ടുള്ളത്. ഇവിടെ പ്രധാനമായിട്ടും ഗാസ സ്ട്രിപ്പിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു ഗാസ സ്ട്രിപ്പ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സീസ് ഫയർ ഇസ്രായേലും ഹമാസും തമ്മിൽ സൈൻ ചെയ്ത് നമ്മൾ പറഞ്ഞു ഏകദേശം 15 മാസം, 1 വർഷവും 3 മാസവും കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നതായിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ആൾക്കാരെ ഹോസ്റ്റേജസിനെ ഫ്രീ ചെയ്യുന്നു, ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് നൽകും, ഗാസയെ റീബിൽഡ് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഫുഡ് സെക്യൂരിറ്റി പോലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ മാസീവ് ആയിട്ടുള്ള ഡിസ്ട്രക്ഷൻ കാരണമുള്ള ലൈവ്ലിഹുഡ്, തൊഴിലില്ലാത്ത അവസ്ഥയൊക്കെ ഈ ഒരു പാലസ്തീനിലെ വലിയൊരു വിഷയമാണ് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ ഗാസ സ്ട്രിപ്പിനെ കുറിച്ചിട്ടാണ് വാർത്തയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ സീയുടെ സമീപത്തായിട്ടുള്ള തീരത്തായിട്ടുള്ള ഒരു ടെറിട്ടറിയാണ്. ഈസ്റ്റേൺ കോസ്റ്റിൽ ലൊക്കേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ രണ്ട് പാലസ്തീൻ ടെറിട്ടറീസ് ഉണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കണം. അതായത് രണ്ട് പലസ്തീൻ ടെറിട്ടറിയിൽ ഏറ്റവും സ്മോളർ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഒരു സൈഡ് ഒന്ന് വെസ്റ്റ് ബാങ്ക് ആണ്. അപ്പോൾ ഇത് രണ്ടും ചേർന്നിട്ടാണ് പലസ്തീൻ ഉണ്ടാവുന്നതെന്ന് കൂടുന്നത്. ഗാസയുടെ ബോർഡർ ആയിട്ട് ഈജിപ്ത് ഉണ്ട്. അപ്പോൾ മറ്റൊരു സൈഡിൽ ഇസ്രായേലും ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഗാസ സ്ട്രിപ്പ് എന്ന് വിളിക്കുന്ന പ്രദേശം. അതായത് ഈ ഒരു ഇസ്രായേൽ ഇവിടെ കാണാൻ പറ്റും. ഈ പാലസ്തീൻ എന്ന് പറയുന്നത് രണ്ട് പ്രദേശങ്ങൾ ചേർന്നതാണ്, വെസ്റ്റ് ബാങ്കും ഗാസ സ്ട്രിപ്പും. അപ്പോൾ വലുത് വെസ്റ്റ് ബാങ്ക് ആണ്, ചെറുതാണ് ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ തൊട്ട് താഴെ ഈജിപ്തിന്റെ ബോർഡർ കാണാൻ പറ്റും. ഒരു സൈഡിൽ ഇസ്രായേൽ ആണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലുകളിലൊക്കെ ഒരുപാട് സ്പാം മെസ്സേജുകളും സ്പാം കോളുകളും വരുന്നത് നിങ്ങൾ കാണാറുണ്ട്. ഒരുപാട് പരസ്യ കോളുകൾ വരുന്നുണ്ടാവും. അപ്പോൾ ഇതിനെ കൃത്യമായി കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ റെഗുലേറ്റർ ആണ് ടെലികോം കമ്പനികളുമായി ബന്ധപ്പെട്ട, അവരും ഗവൺമെന്റും ഒക്കെ ചേർന്നുകൊണ്ട് അതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു സ്പാംസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള അനാവശ്യ കോളുകളെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. ഇപ്പോൾ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അവരെ ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി എന്ന് പറയുന്ന ടെക്നോളജി, ബ്ലോക്ക് ചെയിനുമായി ബന്ധപ്പെട്ട ടെക്നോളജിയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി എന്ന് പറയുന്നത്. ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് സ്പാം പ്രിഫറൻസുകളെ റെക്കോർഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്പാം റൂൾസ് വളരെയധികം ടൈറ്റൻ ചെയ്യുമെന്നും കൊമേഴ്ഷ്യൽ മെസ്സേജസിനെ ട്രേസബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു അനുവദിക്കുന്നത് എന്നുമാണ് ട്രായിൽ നിന്നും പറഞ്ഞിട്ടുള്ളതെന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ട്രായ് എങ്ങനെയാണ് ഈ ഒരു സ്പാം മെസ്സേജിനെ അഡ്രസ്സ് ചെയ്യുന്നത് വെച്ചാൽ ടെലികോം കമ്പനികളോട് പറഞ്ഞിട്ടുണ്ട് അൺസോളിസിറ്റഡ് കൊമേഴ്ഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഓർ സ്പാമിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് 2007 തന്നെ ഡു നോട്ട് ഡിസ്റ്റർബ് അല്ലെങ്കിൽ DND എന്ന് പറയുന്ന ഫെസിലിറ്റി കൊണ്ടുവന്നിരുന്നു. അതായത് നമ്മുടെ ഫോണിൽ നമുക്കൊരു മെസ്സേജ് അയച്ചിട്ട് DND ആക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്പാം കോൾസോ മെസ്സേജുകളോ ഒന്നും നമുക്ക് വരികയില്ല എന്ന് ഓർത്ത് വെക്കുന്നത്. ഇത് കൂടാതെ DND ആപ്പും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രിഫറൻസ് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ടെലികോം കൊമേഴ്ഷ്യൽ കമ്മ്യൂണിക്കേഷൻ കസ്റ്റമർ പ്രിഫറൻസ് റെഗുലേഷൻ പ്രകാരം ഏതെങ്കിലും ഒരു ടെലിമാർക്കറ്റേഴ്സ് അവർ DND വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഡു നോട്ട് ഡിസ്റ്റർബ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിന് ഇത്തരത്തിലുള്ള കൊമേഴ്ഷ്യൽ മെസ്സേജുകൾ അയക്കുന്നതിന് വേണ്ടി സാഹചര്യം ഒരുക്കുകയാണെങ്കിൽ അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലും വരെ ഈ ഒരു പ്രൊവിഷൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ട്രായ് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ആന്റി സ്പാം മെസ്സേജുകൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, നമ്മുടെ ഈ ഒരു ക്രിപ്റ്റോ കറൻസിക്കൊക്കെ ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ഈ ഒരു ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് അപ്രൂവ്ഡ് ആയിട്ടുള്ള SMS സെൻഡേഴ്സിനെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അപ്രൂവ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മെസ്സേജുകൾ മാത്രമേ പോകുള്ളൂ. അൺഅപ്രൂവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പാം ആണെന്ന് ട്രേസ് ചെയ്തിട്ടുള്ള അവരുടെ മെസ്സേജസ് പോവില്ല എന്ന് കൂടി ഓർത്ത് വെക്കുന്നതന്നെ. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് ആ മെസ്സേജുകളെ കൃത്യമായിട്ട് ട്രേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള റെഗുലേഷൻസ് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഫ്രോഡുലന്റ് ആയിട്ടുള്ള SMS-ഉം കോൾസിനെയും പരമാവധി തടയേണ്ടതായിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ അത് സ്പാം മെസ്സേജുകളെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാനും തടയാനും സഹായിക്കും എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പോൾ DND പ്രിഫറൻസ് ഓൾറെഡി നമുക്കുണ്ട്, നമുക്ക് മൊബൈലിൽ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ DND പ്രിഫറൻസ് ഉണ്ടാകുമ്പോൾ അതൊരു ലെജിറ്റിമേറ്റ് ബിസിനസ് ആണോ അല്ല സ്പാം ആണോ എന്ന് തിരിച്ചറിയുക വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു DND പ്രിഫറൻസ് കുറച്ചുകൂടി ബെറ്റർ ആണ് എന്നുകൂടി ഓർത്ത് വെക്കുന്നതായിട്ട്. എന്നാൽ പുതിയ രീതിയിലുള്ള സ്പാമുകൾ വരുന്നുണ്ട്, ഫ്രോഡുലന്റ് ആയിട്ടുള്ള കോൾ വരിക, ഇന്റർനാഷണൽ സ്കാംസ് വരിക. അത്തരം സ്കാമുകളിൽ പെടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫ്രോഡുലന്റ് ഓപ്പറേറ്റേഴ്സ് അവരൊരു ഒരേ നമ്പർ തന്നെ യൂസ് ചെയ്യില്ല, അവർ നമ്പേഴ്സ് റിപ്പീറ്റഡ് ആയി മാറ്റും എന്നുള്ളതും അതിനെ ട്രേസ് ചെയ്യുന്നതിന് വേണ്ടി കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ഓൾറെഡി സഞ്ചാർ സാത്തി പോർട്ടൽ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഫ്രോഡുലന്റ് കോളോ മെസ്സേജുകളോ വരികയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നൽകിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോം അവരെ
ഒരു ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള സ്കാം നമ്പേഴ്സിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടെലികോം സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റേഴ്സ് സസ്പീഷ്യസ് ആയിട്ടുള്ള ഇന്റർനെറ്റ് ട്രാഫിക്കിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ എയർടെൽ പോലുള്ള ടെലികോം കമ്പനികൾ അവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സ്പാം കോൾസിനെ ഡിറ്റക്ട് ചെയ്യാനും അതിനെ ബ്ലോക്ക് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അഡ്വാൻസ്മെന്റുകളും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു വാർത്ത ഇന്റർനാഷണൽ മൈഗ്രന്റ് വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ILOയുടെ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് ILOയുടെ റിപ്പോർട്ട്, എന്താണ് ILOയുടെ റിപ്പോർട്ടിൽ ഇന്റർനാഷണൽ മൈഗ്രൻസുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. ഇന്റർനാഷണൽ മൈഗ്രന്റ് വർക്കേഴ്സിനെ സംബന്ധിച്ചുകൊണ്ടുള്ള അവർ എങ്ങനെയാണ് ഗ്ലോബൽ എക്കണോമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ 4th എഡിഷൻ ബുക്കിന്റെ പേര് കൊടുത്തിരിക്കുന്നത് ഗ്ലോബൽ എസ്റ്റിമേറ്റ്സ് ഓൺ ഇന്റർനാഷണൽ മൈഗ്രന്റ് വർക്കേഴ്സ് എന്നുള്ളതാണ്. ആ ഒരു മൈഗ്രന്റ് വർക്കേഴ്സും അവരുടെ എക്കണോമിക് ഇമ്പാക്റ്റും ആണ് ഈ ഒരു ആർട്ടിക്കിളിൽ അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ILO പറയുന്നത് വെച്ചാൽ ഇന്റർനാഷണൽ മൈഗ്രൻസ് എന്ന് പറയുന്നത് ഗ്ലോബൽ ലേബർ ഫോഴ്സിന്റെ 4.7% വരും 2022. ഇത് 2013 നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 30 മില്യൺ, അതായത് 3 കോടിയോളം ആൾക്കാരുടെ വർധനം ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. നിലവിൽ 155, അതായത് 15 കോടിയോളം ആൾക്കാരെ എംപ്ലോയിഡ് ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണൽ മൈഗ്രൻസ്. അതുപോലെ തന്നെ ഏകദേശം 12.1 മില്യൺ, അതായത് 1.2 കോടിയോളം ആൾക്കാർ അൺഎംപ്ലോയിഡ് ആയിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഇന്റർനാഷണൽ മൈഗ്രന്റ് മെയിൽ എംപ്ലോയ്മെന്റ് ഷെയർ 4.7%, ഫീമെയിൽസ് 4.4% ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഇവിടെ 61% ഇന്റർനാഷണൽ മൈഗ്രൻസ് മെൻസ് ആണ്, അവർ എംപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഫീമെയിൽസ് 38.7% എംപ്ലോയിഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ മൈഗ്രൻസ് എന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്റർനാഷണൽ മൈഗ്രൻസിന്റെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അതേസമയത്ത് പ്രൈം ഏജ് അഡൾട്ട്, അതായത് വർക്കിംഗ് ഏജിലുള്ള അഡൾട്ട് എന്ന് പറയുന്നത് 25 മുതൽ 54 വയസ്സുള്ള അവരെ 74.9% വർക്ക് ഫോഴ്സിന്റെ എന്ന് കൂടി ഓർത്ത് വയ്ക്കേണ്ടതാണ്. 25-ൽ താഴെയുള്ള വർക്ക് ഫോഴ്സ് വളരെ കുറവാണ് എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് ഇന്റർനാഷണൽ മൈഗ്രൻസിന്റെ ഈ ഒരു ഡാറ്റ എങ്ങനെയാണ് എക്കണോമിയെ എഫക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ 68% ആൾക്കാരും സർവീസസിലാണ് വർക്ക് ചെയ്യുന്നത്. സ്ത്രീകൾ പ്രധാനമായിട്ടും സർവീസ് സെക്ടറിൽ 80% സ്ത്രീകളും സർവീസ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് കൂടി ഓർത്ത് വെക്കുന്നതാണ്. അതേപോലെ തന്നെ ഇന്റർനാഷണൽ മൈഗ്രൻസ് ഇൻഡസ്ട്രി വർക്ക് ഫോഴ്സിന്റെ 24% വരുന്നുണ്ട്. അഗ്രികൾച്ചറിന്റെ 7% മാത്രമാണ് വരുന്നതെന്ന് കൂടി ഓർത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇന്റർനാഷണൽ മൈഗ്രൻസ് ഒരു ഹോസ്റ്റ് കൺട്രിയെ സംബന്ധിച്ച്, അതായത് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യക്ക് വളരെയധികം അഡ്വാൻറ്റേജ് ആണ്. പ്രത്യേകിച്ചും ഈ ഒരു രാജ്യത്ത് നിന്നുള്ള അയക്കുന്ന പൈസ നമ്മുടെ രാജ്യത്ത് റെമിറ്റൻസ് ആയിട്ട് വരും എന്ന് കൂടി ഓർത്ത് വെക്കുന്നതാണ്. പ്രധാനമായിട്ടും ഈ ഒരു ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഭൂരിഭാഗം ഹൈ ഇൻകം കൺട്രീസ് ആണ്. 68% ആൾക്കാരും ഈ ഒരു ഹൈ ഇൻകം കൺട്രീസിലാണ് ഉള്ളത്. അപ്പർ മിഡിൽ ഇൻകം കൺട്രീസിലെ 17% ആൾക്കാരും നോർത്ത് അമേരിക്കയിലും യൂറോപ്പും ആണ് പ്രധാനപ്പെട്ട കീ റീജിയൻസ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കേണ്ടതായിരുന്നു. ഭൂരിഭാഗം ആൾക്കാരും പോകുന്നത് അങ്ങോട്ടാണ് എന്നുള്ളതാണ്. അടുത്തത് 9 രാജ്യത്തെ നേവികൾ പങ്കെടുത്തിട്ടുള്ള ഒരു നേവൽ എക്സസൈസുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യൻ ഓഷ്യനും പസഫിക് ഓഷ്യനും ഇടയിലായിട്ടാണ് ഈ ഒരു നേവൽ എക്സസൈസ് നടന്നിട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കുന്നത് തന്നെ. അപ്പോൾ 9 ഇൻഡോ പസഫിക് കൺട്രീസ് ചേർന്നുകൊണ്ട്, ഇന്ത്യ ഉൾപ്പെടെയുള്ള 9 കൺട്രീസ് ചേർന്നുകൊണ്ടാണ് ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ലാ പെറൂസി എന്ന് പറയുന്ന നേവൽ എക്സസൈസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ജനുവരി 16 മുതൽ 24 വരെ ഉണ്ടാവും. ഈ ഒരു എക്സസൈസ് മലാക്ക സ്ട്രെയിറ്റ്, സുന്ദ സ്ട്രെയിറ്റ്, ലൊംബോക് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ ഓഷ്യനെയും പസഫിക് ഓഷ്യനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 ചോക്ക് പോയിന്റുകളാണ് മലാക്ക സ്ട്രെയിറ്റ്, സുന്ദ സ്ട്രെയിറ്റ്, ലൊംബോക് സ്ട്രെയിറ്റ്. അവിടെയാണ് ട്രെയിനിങ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ നേവി ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറായിട്ടുള്ള INS മുംബൈ ആണ് എക്സ്പെരിമെന്റിന് ഈ ഒരു പരിശീലനത്തിന് അയച്ചിട്ടുണ്ടായിരുന്നത്. അതേസമയത്ത് ഫ്രഞ്ച് കാരിയർ ആയിട്ടുള്ള ചാൾസ് ദി ഗൗലെയാണ് ഫ്രഞ്ചിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കുന്നത് തന്നെ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു ട്രീറ്റ്മെന്റ് നടക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെരിമെന്റ് നടക്കുന്ന പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങളാണ് മലാക്ക സ്ട്രെയിറ്റ്, സുന്ദ സ്ട്രെയിറ്റ്, ലൊംബോക് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റിന്റെ ലൊക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മലേഷ്യ കാണാൻ വേണ്ടി പറ്റും, നമുക്ക് സൗത്ത് ചൈന സീ കാണാൻ പറ്റും, താഴെ ഇന്ത്യൻ ഓഷ്യൻ കാണാൻ പറ്റും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യ ഇവിടെയുണ്ട്, നമ്മുടെ ഈ ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ പ്രദേശമാണ് പറയുന്നതായിട്ടുള്ളത്. ഇന്തോനേഷ്യ കാണാൻ പറ്റും. ഇന്തോനേഷ്യക്കും മലേഷ്യക്കും ഇടയിലുള്ള ഒരു പ്രദേശമാണ് നമുക്ക് സ്ട്രെയിറ്റ് ഓഫ് മലാക്ക എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഓഷ്യനിൽ നിന്നും സൗത്ത് ചൈന സീയിലേക്ക് കടക്കുന്നതിന് വേണ്ടി, അവിടെ നിന്നും പിന്നീട് പസഫിക് ഓഷ്യനിലേക്കും കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴിയിലാണ് ഈ ഒരു മലാക്ക സ്ട്രെയിറ്റ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓർത്തു വെക്കുക, ഇന്തോനേഷ്യക്കും
ഈ ഒരു മലേഷ്യക്കും ഇടയിലായിട്ടാണ്. ഇനി സുന്ദ സ്ട്രേറ്റും രണ്ട് ഇന്തോനേഷ്യയുടെ ഭാഗങ്ങൾക്ക് ഇടയിലായിട്ടാണ് സുന്ദ സ്ട്രേറ്റ് വരുന്നതായിട്ടുള്ളത്. ലംബോക് സ്ട്രേറ്റ് ഇവിടെയാണ് വരുന്നത് ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ ജാവ സീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീ ഉണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ ഇന്ത്യൻ ഓഷ്യനും ജാവ സീയും തമ്മിലുള്ള കണക്ഷനിലാണ് സുന്ദ സ്ട്രേറ്റും ലംബോക് സ്ട്രേറ്റും വരുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. 9 രാജ്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് നേവൽ എക്സസൈസിൽ പറഞ്ഞു. ഓസ്ട്രേലിയ ഉണ്ട്, കാനഡ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, ഇന്ത്യ ഉണ്ട്, ഇന്തോനേഷ്യ ഉണ്ട്, മലേഷ്യ ഉണ്ട്, സിംഗപ്പൂർ ഉണ്ട്, UK, US എന്നിങ്ങനെയുണ്ട്. ഈ ഒരു OS ഇന്ത്യ IORI സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതായിട്ടുള്ളത്. ബെറ്റർ കമ്മ്യൂണിക്കേഷനും കോർഡിനേഷനും എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, എൻവയോൺമെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഹസാർഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ എർത്ത് സുനാമി ബന്ധപ്പെട്ട റിസ്കുകളും ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അടുത്തൊരു വാർത്ത, നമ്മുടെ രാജ്യം ക്രിപ്റ്റോഗ്രഫി റിസർച്ചിൽ നടത്തിയിട്ടുള്ള അഡ്വാൻസ്മെന്റുകളെ കുറിച്ചാണ്, നിലവിൽ നടക്കുന്ന റിസർച്ചുകളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താ ഈ ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ? നമ്മൾ പറയുന്ന മെസ്സേജുകളെ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു കോഡായിട്ട് എൻകോഡ് ചെയ്യുകയും ഈ കോഡിനെ അയക്കുകയും ചെയ്യും. ഇനി ഈ മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആൾ അതിനെ ഡീകോഡ് ചെയ്യും, ഡീകോഡ് ചെയ്തിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു ക്രിപ്റ്റോഗ്രാഫിക് റിസർച്ചിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാങ്കിങ്ങിലും ഇ-കൊമേഴ്സിലും സെക്യൂർ മെസ്സേജിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഈ ക്രിപ്റ്റോഗ്രാഫിക് ടെക്നിക്കുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്രിപ്റ്റോഗ്രാഫിക് മെത്തേഡുകൾ പ്രത്യേകിച്ചും എന്താണ്, നമ്മുടെ സാധാരണയുള്ള ടെക്സ്റ്റ് ഫോംസിനെ ആർക്കും വായിച്ചാൽ മനസ്സിലാവാത്ത രീതിയിലുള്ള കോഡഡ് ഫോർമാറ്റിലേക്ക് മാറ്റുക, അൺറീഡബിൾ ആയിട്ടുള്ള സിഫർ ടെക്സ്റ്റ് ആയിട്ട് മാറ്റുവാവുന്നതാണ്. അപ്പോൾ അത് കോൺഫിഡൻഷ്യാലിറ്റി ഇൻ കേസ് ആ ഡാറ്റ ആരുടെയെങ്കിലും കിട്ടിയെങ്കിലും അയാൾക്ക് വായിക്കാൻ പറ്റാത്തതാണ് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ റിസർച്ചേഴ്സ് ഒരുപാട് എൻക്രിപ്ഷൻ ടെക്നിക്കുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാരണം ആ ഡാറ്റ ആരും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ത്രട്ടുകളുണ്ട്, അതിനൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണ് ഇവ ഡെവലപ്പ് ചെയ്യുന്നതെന്നും കൂടി ഓർത്ത് വെക്കുക. ഹിസ്റ്റോറിക്കലി നോക്കി കഴിഞ്ഞാൽ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത് ആൻഷ്യൻ ടൈംസിലെ സീസർ സിഫർ എന്ന പേരിൽ നിന്നാണ് വരുന്നതായിട്ടുള്ളത്. പിന്നീട് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ പോളിഷ് കോഡ് ബ്രേക്കർ ആയിട്ടുള്ള അലൻ ട്യൂറിംഗ്, അദ്ദേഹം എനിഗ്മ കോഡ് ക്രാക്ക് ചെയ്തതാണ് ഇത് മോഡേൺ വേൾഡിലേക്ക് വരാൻ കാരണമായിട്ടുള്ളത്. ഇന്ന് ക്രിപ്റ്റോഗ്രാഫിക് മെത്തേഡുകൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനെ പ്രൊട്ടക്ട് ചെയ്യും. ഉദാഹരണത്തിന് വാട്സപ്പിൽ വിളിക്കുന്ന കോളുകൾ അത് എൻഡ് ടു എൻഡ് പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഹാർഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വരെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് കൂടി ഓർത്ത് വെക്കുന്നത് തന്നെ. അപ്പോൾ ഇന്ത്യയിൽ റിസർച്ച് നോക്കി കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ മേഖലയിലേക്കായിട്ടാണ് കറക്റ്റ് ആയിട്ടുള്ള റിസർച്ചുകൾ നടക്കുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടേഷണൽ റിസോഴ്സ്, പ്രൂഫ് കോംപ്ലക്സിറ്റി, അതുപോലെ തന്നെ അൾജിബ്രായിക് കോഡിംഗ് തിയറി തുടങ്ങിയിട്ടുള്ള മേഖലകളിലും റിസർച്ച് നൽകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് കുറെ കൂടി സെക്യൂർ ആയിട്ടുള്ള സിസ്റ്റംസ്, എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഡാറ്റ ലീക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഈവൻ ദോ അവരെ കമ്പ്യൂട്ടേഷണലി ഡിഫിക്കൽട്ട് ആണെങ്കിൽ പോലും അതിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റിസർച്ചേഴ്സ് കൂടുതൽ എൻക്രിപ്ഷൻ മെത്തേഡുകളെ കുറിച്ചും അന്വേഷിച്ച് വരുന്നുണ്ട്. കാരണം ഡാറ്റയെ പ്രൊട്ടക്ട് ചെയ്യുക, മറ്റുള്ളവരാരും എടുക്കാത്ത രീതിയിൽ ഡാറ്റയെ വളരെ സുരക്ഷിതമായി പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുകൂടി ഓർത്തു വയ്ക്കുന്നത് തന്നെ. ഇപ്പോൾ ക്രിപ്റ്റോഗ്രാഫേഴ്സ് അവര് ക്വാണ്ടം റെസിസ്റ്റന്റ് ക്രിപ്റ്റോഗ്രാഫി, ക്വാണ്ടം ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ ക്രിപ്റ്റോഗ്രഫീനെ പൊളിക്കുന്ന സാഹചര്യമുണ്ട്, ക്രിപ്റ്റോഗ്രഫി കോഡുകളെ ഡീകോഡ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്രിപ്റ്റോഗ്രഫി ടെക്നിക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഈ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ അഡ്വാൻസ് ടെക്നോളജീസ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് കൂടി ഓർത്ത് വെക്കുന്നതാണ്. അതുപോലെ തന്നെ ഹോമോമോർഫിക് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഐഡിയ ഉണ്ട്. അതായത് ഡീക്രിപ്ഷൻ ഇല്ലാതെ തന്നെ നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് എങ്ങനെയാണ് ഡീക്രിപ്റ്റ് ചെയ്യണമെന്ന് ഓൾറെഡി ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. ഒരേ രീതിയിൽ തന്നെയായിരിക്കും ഡീക്രിപ്റ്റ് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ നാഷണൽ ക്വാണ്ടം മിഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലും ഈ ഒരു ക്രിപ്റ്റോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ കുറിച്ച് പറയുന്നുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാട്ടർ ഹയാസിന്തുമായി ബന്ധപ്പെട്ടാണ്. വാട്ടർ ഹയാസിന്ത് നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. ഇത് ആക്ച്വലി കെനിയൻ ലേക്കിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എവിടെയാണ് ഈ കെനിയൻ ലേക്ക്, എന്താണ് വാട്ടർ ഹയാസിന്ത്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഇഷ്യൂ എന്നുള്ളത്. അപ്പോൾ കെനിയൻ ലേക്ക് ആയിട്ടുള്ള നവൈഷ, അവിടെ ഇൻവാസീവ് വാട്ടർ സ്പീഷീസ് ആയിട്ടുള്ള ഹയാസിന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹയാസിന്ത് അവിടുത്തെ ഫിഷിംഗ് ഫീൽഡുകളെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്, അവിടുത്തെ ആൾക്കാരുടെ ലൈവ്ലിഹുഡിനെ ബാധിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. 1980കളിലാണ് ഈ ഒരു ചെടി ഈ ഒരു ലേക്കിന്റെ പല പ്രദേശങ്ങളിലേക്കും വന്നിട്ടുള്ളത്. പിന്നീട് അത് ലേക്കിന്റെ ഭൂരിഭാഗ പ്രദേശങ്ങളും അതിന്റെ കാണും. ഇതാണ് വാട്ടർ ഹയാസിന്ത് എന്ന് നമ്മൾ പോള എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു ചെടിയെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. വയലറ്റ് നിറത്തിലുള്ള പൂവാണ്, കായലുകളിലും പുഴകളിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ വാട്ടർ ഹയാസിന്ത് എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻവാസീവ് ആയിട്ടുള്ള ഒരു അക്വാട്ടിക് പ്ലാന്റ് ആണ്. ഇതിന്റെ ഒറിജിനൽ പ്രദേശം എന്ന് വെച്ചാൽ സൗത്ത് അമേരിക്കയാണ്. അവിടുത്തെ ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ പ്രദേശങ്ങളിലാണ് ഈ ഒരു വാട്ടർ ഹയാസിന്തിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് നല്ല ഗ്രീൻ ലീവ്സ് ആണ്, അട്രാക്റ്റീവ് ആയിട്ടുള്ള പർപ്പിൾ കളറിലായിട്ടുള്ള ഫ്ലവർ ആണ്, വളരെ
സ്പീഡിൽ ഗ്രോത്ത് റേറ്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഗ്രോത്ത് റേറ്റ് വളരെ കൂടുതലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് വളരെ 2 ആഴ്ചക്കുള്ളിൽ ഇതിന്റെ പോപ്പുലേഷൻ ഡബിൾ ആവും എന്നുകൂടി ഓർത്ത് വെക്കുന്നതാണ്. ഈ ഒരു റാപ്പിഡ് ഗ്രോത്ത് ആയതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു നദിയുടെ മുകൾ ഭാഗത്തൊക്കെ ഒരു മാറ്റിനെ പോലെ നിൽക്കുകയും സൺലൈറ്റും മറ്റും ഒന്നും വെള്ളത്തിലേക്ക് എത്താതിരിക്കുന്നതിന് സാഹചര്യം ഇത് മറ്റ് അക്വാട്ടിക് പ്ലാന്റ്സിനെയും അനിമൽസിനെയും ബാധിക്കും എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്തരത്തിലാണ് വാട്ടർ ഹയാസിൻസ് ഉണ്ടാവുക. പൂത്ത് കഴിഞ്ഞാൽ വാട്ടർ ഹയാസിൻസ് ഡൈ ചെയ്ത ഡീകമ്പോസ് ചെയ്യും. അപ്പോൾ അത് ഡീകമ്പോസ് ചെയ്യുമ്പോൾ നദികളിൽ നിന്നുള്ള ഓക്സിജനെയാണ് യൂസ് ചെയ്യുക എന്ന് കൂടി ഓർത്ത് വെക്കുന്നതാണ്. ഇത് നദികളിലെ ഓക്സിജൻ ലെവൽ കുറയുന്നതിന് കാരണം ഇത് ജലജീവികളെ ബാധിക്കും എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട്. അടുത്തത് നൈവാഷ ലേക്ക് ആണ്. നൈവാഷ ലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കെനിയയിലുള്ള ലേക്ക് ആണ്. ഇതൊരു ഫ്രഷ് വാട്ടർ ലേക്ക് ആണ്, ശുദ്ധജല തടാകമാണ്. ഇത് ഗ്രേറ്റ് റിഫ്റ്റ് വാലിയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഹയസ്റ്റ് എലിവേഷൻ ആണ്. കെനിയൻ റിഫ്റ്റ് വാലിയുടെ ഏറ്റവും ടോപ്പ് ലെവലിലാണ്. നമുക്ക് കെനിയയുടെ മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നൈവാഷയുടെ ലൊക്കേഷൻ കാണാം. അടുത്ത് തന്നെയാണ് നെയ്റോബി, ക്യാപിറ്റൽ ആയിട്ടുള്ള നെയ്റോബി എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇവിടെ മലേവ, ഗിൽഗിൽ എന്ന് പറയുന്ന 2 നദികളിൽ നിന്നാണ് പ്രധാനമായിട്ടും ഈ ഒരു ലേക്ക് നൈവാഷയിലേക്ക് വെള്ളം വരുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത ട്രൈക്കോഫൈറ്റോൺ ഇൻഡോട്ടിനിയെ എന്ന് പറയുന്ന ഒരു ഫംഗസുമായി ബന്ധപ്പെട്ടാണ്. ആക്ച്വലി ഇതിന് നൽകിയ പേരിൽ ഇൻഡോ എന്ന പേരുണ്ട്. ഇത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ഒരു പേര് നൽകിയതാണ് ഇവിടെ അലാമിംഗ് ആയിട്ട് മാറിയത്, അല്ലെങ്കിൽ ചർച്ചയിലേക്ക് മാറിയെന്നും കൂടി ഓർത്തു വെക്കേണ്ടതുണ്ട്. ഈ ഒരു ഡെർമറ്റോളജിസ്റ്റ്, അതായത് ത്വക്ക് രോഗ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ, ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരും 13 രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള റീജിയൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ഥലത്തിന്റെ പേര് കൊടുക്കുന്നത് ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ ആവശ്യപ്പെട്ടു. ഇതൊരു ഫംഗസ് സ്പീഷീസ് ആണ്, ട്രൈക്കോഫൈറ്റോൺ ഇൻഡോട്ടീനിയെ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ അതിനെ ഇൻഡോ എന്ന് പറയുന്നത് ഇന്ത്യയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പേര് കൊടുക്കരുത്. അതിനു പകരം അതിന്റെ ഡിസീസ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ സിംറ്റംസും ഒക്കെ വെച്ചുകൊണ്ടുള്ള പേരുകൾ കൊടുക്കണം. കാരണം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും OIEയും FAയും ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസും ഒക്കെ കൃത്യമായിട്ട് എങ്ങനെയാണ് നോമൻക്ലേച്ചർ നടത്തേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ട്രൈഫൈറ്റോൺ ഇൻഡോട്ടീനിയെ എന്ന് പറയുന്നത് 2020 ജപ്പാനിൽ ആദ്യമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. പിന്നീട് ഇന്ത്യയിലും നേപ്പാളിലും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കുക. ഇന്ന് 40-ലധികം രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഓസ്ട്രേലിയയും ഒമാനിലും ഇറാനിലും ഒക്കെ 2010 ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. ഇത് മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ ഇത് ഡെർമാറ്റോഫൈറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്നതാണ്. ഇത് സ്കിന്നും ഹെയറിനും നെയിൽസിനും ഒക്കെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഫംഗസ് ആണ് എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ സർഫസ് ഇൻഫ്ലമേറ്ററി, വീക്കം വരും, അതുപോലെ തന്നെ ഇച്ചി ആക്കി മാറ്റും. അപ്പോൾ അവിടെ വൈഡ് സ്പ്രെഡ് ആയിട്ട് അത് ഉണ്ടാവും എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. അപ്പോൾ ഈ ഒരു ഇഷ്യൂ കൂടി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രോഗം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്ക് വരും, എല്ലാ ജെൻഡേഴ്സിനെയും വരും. ഡയറക്റ്റ് ആയിട്ട് സ്കിൻ കോണ്ടാക്റ്റിങ്ങോ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ, ടവല്, ക്ലോത്ത് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ലൈൻ ആന്റി ഫംഗൽ മരുന്നുകളായിട്ടുള്ള ടെർബിനാമൈനെതിരെ ഇത് റെസിസ്റ്റന്റ് ആണ്. അത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല എന്ന് കൂടി ഓർത്ത് വെക്കുക. ഇവിടെ വാർത്തയിൽ വരാൻ കാരണം ഇതിന്റെ പേരിൽ ഇന്ത്യ എന്നുള്ളത്. ഇത്തരത്തിൽ രാജ്യങ്ങളുടെ പേര്, സ്ഥലങ്ങളുടെ പേര് കൊടുത്ത് സയന്റിഫിക് നെയിം കൊടുക്കുന്നത് ഒഴിവാക്കണം എന്നാണ് ക്രിറ്റിസിസം വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനോ അമേരിക്കൻ സൊസൈറ്റി ഓഫ് മൈക്രോബയോളജിയോ ഒക്കെ പറഞ്ഞതുപോലെ പേരുകൾ കൊടുക്കണം എന്നുള്ളതാണ് ആവശ്യം എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഡിസ്കഷൻ ആയിട്ടുണ്ടായിരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.